നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതെന്തായാലും നോക്കി പോകണം, ഷുവറായിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർടെമിസ്. ഭിന്നശേഷിയുള്ളവരുടെ സൗഹൃദ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് സുഗമ്യ ഭാരത് അഭിയാൻ. ഇത് 2015 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഭിന്നശേഷിയുള്ളവരുടെ സൗഹൃദ രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് സുഗമ്യ ഭാരത് അഭിയാൻ. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലൻ. അതുപോലെ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സംസ്ഥാനം കേരളം. 37ാമത് ദേശീയ ഗെയിംസ് വേദി ഗോവ. 37ാമത് ദേശീയ ഗെയിംസ് വേദി ഗോവ. 2024 പാരീസ് പാരാലിമ്പിക്സ് ബാഡ്മിൻ്റൺ ഗോൾഡ് മെഡൽ ജേതാവ് നിതേഷ് കുമാർ. 2024 പാരീസ് പാരാലിമ്പിക്സ് ബാഡ്മിൻ്റൺ ഗോൾഡ് മെഡൽ ജേതാവ് നിതേഷ് കുമാർ. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. രാജ്യത്ത് ആദ്യമായി ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് ഇന്ത്യ. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, അപ്പോൾ മലയാളത്തിലെയും ലോകത്തിലെയും ഏറ്റവും ചെറിയ പുസ്തകം രാസരസിക. രാസരസിക അച്ചടിച്ചത് ജപ്പാനിലാണ്, രചിച്ചത് KV മണലിക്കരയാണ്. അപ്പോൾ രാസരസികയാണ് ലോകത്തിലെയും മലയാളത്തിലെയും ഏറ്റവും ചെറിയ പുസ്തകം. അച്ചടിച്ചത് ജപ്പാനിലും രചിച്ചത് KV മണലിക്കര. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. തിരുവനന്തപുരം ശ്രീകാര്യ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങൾ ശ്രീ അന്നം, ശ്രീ മന്ന. ഇത് ട്വിസ്റ്റായിട്ട് വേറൊരു ക്വസ്റ്റ്യനായിട്ട് വരാം. ശ്രീ അന്നം, ശ്രീ മന്ന എന്നിവ ഏത് വിത്തിനത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണെന്ന് ചോദിക്കാം. അടുത്തത് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൺ സോക് യോൾ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. 3 years 65 ഏജ് അപ് ടു 65 ഏജ് വരെയാണ് അവരുടെ കാലാവധി. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ നാഗാസ്ത്ര 1. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ നാഗാസ്ത്ര 1. പാവലിലെ പുതിയ ഹൈബ്രിഡുകൾ പ്രജനിയും പ്രഗതിയും ഏതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണെന്ന് ചോദിച്ചാൽ പാവല്. ISRO ചെയർമാൻ S സോമനാഥ്. ISRO ചെയർമാൻ S സോമനാഥ് 10ാമത്തെ വ്യക്തിയാണ്, 5ാമത്തെ മലയാളിയാണ്. മഹാകുംഭമേള ഏതു സംസ്ഥാനത്തെ പുതിയ ജില്ലയാണ്? ഉത്തർപ്രദേശ്. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി PM ശ്രീ പദ്ധതി. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ്ഷ. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർടെമിസ്. ഭിന്നശേഷിയുള്ളവരുടെ സൗഹൃദ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി സുഗമ്യ ഭാരത് അഭിയാൻ. 2015 ഇത് ആരംഭിച്ചത്. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. സമ്പൂർണ്ണ സ്റ്റാമ്പിംഗ് സംസ്ഥാനം കേരളം. 37ാമത് ദേശീയ ഗെയിംസ് വേദി ഗോവ. 2024 പാരീസ് പാരാലിമ്പിക്സ് ബാഡ്മിൻ്റൺ ഗോൾഡ് മെഡൽ ജേതാവ് നിതേഷ് കുമാർ. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. രാജ്യത്ത് ആദ്യമായി ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് ഇന്ത്യ. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, മലയാളത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം രാസരസിക. രാസരസിക ജപ്പാനിൽ അച്ചടിച്ചു. KV മണലിക്കരയാണ് രചയിതാവ്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. ഇനി തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങൾ ശ്രീ അന്നം, ശ്രീ മന്ന. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൺ സോക് യോൾ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. 3 വർഷവും 65 വയസ്സുവരെയുമാണ് കാലാവധി. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഡ്രോൺ നാഗാസ്ത്ര 1. പാവലിലെ പുതിയ ഹൈബ്രിഡുകൾ പ്രജനിയും പ്രഗതിയും. ISRO ചെയർമാൻ
എസ് സോമനാഥ്. മഹാകുംഭമേള ഏതു സംസ്ഥാനത്തെ പുതിയ ജില്ലയാണ്? ഉത്തർപ്രദേശ്. വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി PM ശ്രീ പദ്ധതി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ്ഷാ. മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഗുവാഹത്തി, ആസാമാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ: തമിഴ്നാട്, പുതുച്ചേരി, ശ്രീലങ്ക. ഈ പ്രദേശങ്ങളിലാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ബാധിക്കപ്പെട്ടത്. ഈ ഫെയ്ഞ്ചൽ എന്നുള്ള പേര് നൽകിയത് സൗദി അറേബ്യയും. ഈ ഫെയ്ഞ്ചൽ എന്ന പേരിൻ്റെ അർത്ഥം ഉദാസീനൻ എന്നുമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഗുവാഹത്തി, ആസാം. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ: തമിഴ്നാട്, പുതുശ്ശേരി, ശ്രീലങ്ക. പേര് നൽകിയത് സൗദി അറേബ്യ. അർത്ഥം ഉദാസീനൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ.